Seriously, come on, come on. Hey. Rajaram! Rajaram! Sir! Rajaram! Devi! Devi! Chedai! 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 देखा मैडम चढ़ाई सर Oh my God! Mother-in-law! രാജാ പെട്ടെന്ന് നടക്കരുത്. അയ്യോ എന്റെ ഈശ്വര അയ്യോ അമ്മ വേണ്ട വരണ്ട Devi, are you okay? Yeah, I'm okay, Rajaram. ചേട്ടായി സാറിന് എന്തെങ്കിലും പറ്റിയോ സർ? ഏയ് എനിക്കൊന്നും പറ്റിയല്ലോ, താമസിക്കണ്ട. സർ എനിക്ക് പേടിയാവുന്നു സർ. എന്തിനാ പേടിക്കുന്നത്? എനിക്കൊന്നും പറ്റിയില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ് നൗ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ആരെങ്കിലും കേട്ടോ? ഇപ്പൊ രണ്ടാളുടെയും ജീവൻ അപകടപ്പെട്ടിരുന്നെങ്കിലോ ആരുത്തരം പറയുമായിരുന്നു? അമ്മ, ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, അതുകൊണ്ട്. അല്ല, ഇത് അബദ്ധത്തിൽ സംഭവിച്ചതൊന്നും അല്ല രാജാറാം. ഇത് വരുത്തി വച്ച വിനയാ, എന്റെ വാക്ക് ധിക്കരിച്ചതുകൊണ്ട്. പല പ്രാവശ്യം അരുതെന്ന് ഞാൻ പറഞ്ഞതാ, ആരും കേട്ടില്ല. ഇനിയെങ്കിലും ഇതിവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് അത്യാപത്തുകളായിരിക്കും. എന്ന് പറഞ്ഞ എന്താ മധുരല്ല ഉദ്ദേശിക്കുന്നത്? ഈ വിവാഹം വേണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? രേഖ, നീ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ച് പറയല്ലേ. ഈ വിവാഹം വേണ്ടെന്ന് അമ്മ പറഞ്ഞില്ലല്ലോ. പിന്നെ മധുരല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് കരുതി സമാധാനിക്കുന്നതിന് പകരം മധുരല്ലോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ വിളിച്ചു പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്താ മനസ്സിലാക്കേണ്ടേ? രഘു തന്നെ പറയ്. അമ്മേ, ഫോട്ടോഷൂട്ടിൽ നടക്കാൻ പാടില്ലാത്തതൊക്കെയാ സംഭവിച്ചത്. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വിഷമിക്കണ്ട, ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ശ്രീലക്ഷ്മി ദേവിയോടൊപ്പം ഉള്ളത് ഈ ആക്സിഡന്റിന് കാരണം. ഇന്നെന്തോ ഭാഗ്യം കൊണ്ട് മോൻ രക്ഷപ്പെട്ടു. നാളെ ആ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല.
അമ്മ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് തന്നെ. ശ്രീലക്ഷ്മി കാരണമാ അവിടെ ഇപ്പൊ ഈ അപകടം നടന്നത്. തീർച്ചയാണോ അമ്മ ഈ പറയുന്നേ? ഇന്നലെ രാത്രി പറഞ്ഞിട്ടും എനിക്കതങ്ങോട്ട്... ഇനിയെങ്കിലും വിശ്വസിക്കുമോളെ. രവിയുടെയും ശ്രീലക്ഷ്മിയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. ആ കുട്ടി കാരണം രവിയുടെ ജീവൻ പോലും അപകടപ്പെടുമെന്നാണ് ജ്യോത്സ്യം പറഞ്ഞത്. പക്ഷേ രവി ഇതിൽ വിശ്വസിക്കുന്നില്ല. അവൻ സ്വന്തം പ്രണയത്തിൽ വിശ്വസിക്കുന്നെന്നും ഈ വിവാഹം നടക്കണമെന്നും നിർബന്ധം പിടിക്കുന്നത്. മനസ്സിലായില്ല. എന്നോടൊരു കാര്യം പറയാൻ ബാലമ്മയ്ക്ക് എന്തിനാ ഒരു മുഖവരയുടെ ആവശ്യം? ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ രാജനന്ദിനി കുഞ്ഞിന്റെ കാര്യമാണ്. ഇഷ്ടപ്പെട്ട ആളെ തന്നെ തനിക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ കൂടുതലൊന്നും ആലോചിക്കാതെ അന്നത് ഗായത്രിയമ്മ സാധിച്ചു കൊടുത്തു. അതുപോലെ തന്നെയാ രവിക്കുഞ്ഞു ഇപ്പൊ നിർബന്ധം പിടിക്കുന്നത്. മോളുടെ സന്തോഷം മുൻനിർത്തി അന്ന് വേറൊന്നും അമ്മ ചിന്തിച്ചില്ല. ഇപ്പോഴും അതുപോലൊരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ജാതകത്തിന്റെ പേര് പറഞ്ഞ് ഈ മംഗല്യത്തിനെതിര് നിന്നാൽ രവിക്കുഞ്ഞിനെ പഴയതുപോലെ നമുക്ക് നിർത്താനാകും എന്ന് അമ്മയ്ക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ചിലപ്പോ കുഞ്ഞ് ആ മുറിയിൽ കയറി വാതിലടച്ചിരുന്ന് ഒരിക്കലും ഇനി പുറത്തിറങ്ങാതിരുന്നാലോ? എന്തിനാ അവരെയും കൂടെ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്ന? അത് പ്രത്യേകം പറയണോ സർ? ഞാനൊന്നും പറയില്ല. സാറ് സമാധാനായിട്ട് പൊയ്ക്കോളൂ. എങ്ങനെയുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ? നീ എന്താ കാവല് നിൽക്കുമായിരുന്നോ ഇതൊക്കെ അറിയാൻ? അല്ലാതെ പിന്നെ എന്റെ ചങ്ക് ഫ്രണ്ടിന്റെ സേവ് ദ ഡേറ്റിന്റെയും പ്രീ വെഡിംഗ് ഷൂട്ടിന്റെയും വിശേഷങ്ങൾ അറിയാൻ വീർപ്പ് മുട്ടി നിൽക്കുമായിരുന്നു ഞാൻ. നീ അകത്തേക്ക് വന്നേ, ചോദിക്കട്ടെ ഞാൻ. അല്ലടി, നേരെ ഒരുപാട് വൈകി. നമുക്ക് നാളെ... ഒരു നാളെയില്ല. ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചൂടോടെ കേട്ടാലേ അതിനൊരു ത്രില്ലുള്ളൂ. നീ വാ, വരാൻ. എന്റെ ദൈവമേ, ഈ കളർഫുൾ ഡ്രസ്സും കാൻഡിൽ ലൈറ്റ് ഡിന്നറും പിന്നെ റൊമാൻറ്റിക് മ്യൂസിക്കും എല്ലാം കൂടെ കേട്ടിട്ട് തന്നെ സൂപ്പർ ആയിരിക്കുന്നു. എന്നിട്ട് പറ, എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത്? സാർ എന്ത് പറഞ്ഞു നിന്നോട്? അല്ല, സെൽഫി എടുത്താണല്ലോ നിങ്ങള്. എവിടെ ഫോൺ? എവിടെ ഫോട്ടോ കാണട്ടെ. അയ്യോ, ഫോൺ ഞാൻ കാറിൽ വെച്ച് മറന്നു. സാറ് പോയോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഏയ് ശ്രീലക്ഷ്മി, താനിത് എവിടെ പോയിരുന്നു? പെട്ടെന്ന് കണ്ടില്ലല്ലോ. ഞാനിടയ്ക്ക് കൃഷ്ണയുടെ വീട്ടിലൊന്ന് കയറി. ഓ സർ, സാർ എന്താ ഇങ്ങോട്ട് വന്നത്? എന്റെ ഫോൺ. അത് തന്നെയാടോ, താൻ തന്റെ ഫോൺ കാറിൽ മറന്നു വെച്ചു. അത് തരാൻ പിന്നാലെ വന്നതാ ഞാൻ. താങ്ക് യു സർ. ഞാൻ കാരണം മെനക്കേടായല്ലേ സാറിന്? ഏയ്, അത് സാരമല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായിന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, there is a reason for everything. സർ, മനസ്സിലായില്ല. ഐ മീൻ, തന്നെ വീണ്ടും കാണാൻ പറ്റിയല്ലോ, അത് തന്നെ. ഫോൺ
ഏതായാലും സാർ ഇവിടെ വരെ വന്നതല്ലേ, നീ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോ ശ്രീ. ഇതെന്ത് മര്യാദയാ ശ്രീ നീ കാണിക്കുന്നേ? ഏയ് ഇറ്റ്സ് ഓക്കെ കൃഷ്ണ. നേരത്തെ തുടങ്ങി ശ്രീലക്ഷ്മി വിളിക്കുന്നതാ. ഇനി ഇത്രയും ലേറ്റ് ആയില്ലേ? ഇനി ഞാൻ പിന്നീട് വരാം. ഇപ്പൊ എനിക്ക് പോണം. ഓക്കെ സർ, താങ്ക്സ്. ഗുഡ് നൈറ്റ് ശ്രീലക്ഷ്മി. ഗുഡ് നൈറ്റ് കൃഷ്ണ. ഗുഡ് നൈറ്റ് സർ. എന്തിനാ ഇതൊക്കെ ഉറക്കം വിളച്ചിരുന്ന് സംസാരിക്കേണ്ട പ്രാധാന്യമൊന്നും? രവിക്കുഞ്ഞു പോയി കിടന്നോളൂ, ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ബാലമ്മ മതി, ബാലമ്മയ്ക്ക് അകത്തേക്ക് പോകാം. പോകാൻ. അമ്മയ്ക്ക് ശരിക്കും എന്താ പറ്റിയത്? എന്തിനാ ബാലമ്മയുടെ ഇത്ര ദേഷ്യം? നോക്കൂ, അമ്മയുടെ ആദ്യമല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞതുമാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല രവി. അങ്ങനെയാണമ്മ. മറുത്തൊരു വാക്ക് അമ്മയുടെ വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നീ ഒന്ന് കേൾക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിച്ചാ പോരെ? ശരി, അമ്മ പറയും, ഞാൻ കേൾക്കട്ടെ. അയ്യോ, അയ്യോ ബാലമ്മ, എന്താ എന്തു പറ്റി ബാലമ്മ? എന്നിട്ടേ വാ. എന്തു പറ്റി മദറല്ലോ? മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. ഇപ്പോഴും ഇന്നലത്തെ സംഭവം ആലോചിച്ചോണ്ടിരിക്കുകയാണോ? കം ഓൺ മദറല്ലോ, ഇത്രയ്ക്ക് സെന്റിമെന്റൽ ആവല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സാധാരണമല്ലേ. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലോ. ടേക്ക് ഇറ്റ് ഈസി. അത് അങ്ങനെ വെറുതെ സംഭവിച്ചതൊന്നും അല്ല രേഖ. അത് ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന അനർത്ഥങ്ങളുടെ സൂചനയാണെന്ന എന്റെ വിശ്വാസം. എനിക്ക് തോന്നി ഇതിനി മദറല്ലോയുടെ മനസ്സിൽ നിന്ന് പോവാൻ 1-2 ദിവസം പിടിക്കുന്നുള്ളത് ഉറപ്പാ. നോബഡി ക്യാൻ ഹെൽപ് യു. ആ സാന്ദ്ര, താൻ ഇന്ന് ഓഫീസിൽ പോണ്ട, ലീവ് എടുക്കണം. ലീവ് എടുക്കാനോ? വൈ? ഇന്ന് എനിക്ക് ഷോപ്പിംഗ് നടത്തണം. താനും എന്റെ കൂടെ വരേണ്ടി വരും. ബില്ലൊക്കെ സെറ്റിൽ ചെയ്യണ്ടേ? അതല്ല, ഞാൻ മാത്രം ഷോപ്പിങ്ങിന് പോയാ അതെന്തിനു വാങ്ങി ഇതെന്തിനു വാങ്ങിയെന്ന് 100 ക്വസ്റ്റ്യൻസ് താൻ ചോദിക്കില്ലേ? ഐ ഹേറ്റ് ദോസ് ക്വസ്റ്റ്യൻസ്. ഞാൻ ശ്രീലക്ഷ്മിക്ക് വാങ്ങാൻ പോകുന്ന സാരികളൊക്കെ ചിലപ്പോ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ട് താനും കൂടി വന്നേ പറ്റൂ. ഓക്കെ മാം. കം ഓൺ സാന്ദ്ര, സ്പീക്ക് ഔട്ട്. എന്താ താൻ പറഞ്ഞത്? അത് മാഡം, ഞാൻ സാന്ദ്ര, രേഖ ചോദിക്കുന്നത് കേട്ടില്ലേ? താൻ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. വിവാഹ മണ്ഡപത്തിൽ എത്തിയിട്ട് വിവാഹം മുടങ്ങുമെന്നോ മറ്റോ എന്തോ ആണ് താൻ പറഞ്ഞോണ്ടിരുന്നത് ഞങ്ങൾ വന്നപ്പോ. യെസ് സർ, നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കിയത് തെറ്റായിട്ടാണെന്ന് മാത്രം. വാട്ട്? താൻ എന്തായി പറയുന്നേ? ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നില്ലെന്നോ? ഹൗ ഡെയർ യു? എക്സ്ക്യൂസ് മീ മാഡം, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് മുഴുവനും നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഞാനും അമ്മയും ശ്രീലക്ഷ്മിയുടെയും സച്ചിയുടെയും വിവാഹം മുടങ്ങിയ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ നിങ്ങൾ തെറ്റായിട്ട് ധരിക്കുന്ന പോലെ ഒന്നുമില്ല. അമ്മ, അമ്മ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. അതേ മോളെ, ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചത് ഇവിടെ. കല്യാണക്കുറികൾ അച്ചടിച്ചു കൊണ്ടുവന്നപ്പോ ഞങ്ങള് പഴയ കാര്യങ്ങൾ ഓർത്തുപോയതാ. ഇൻവിറ്റേഷൻ കാർഡ്സ് വന്നോ? എന്നിട്ട് എവിടെ? കണ്ടില്ലല്ലോ. രഘു, ഒന്ന് സഹായിക്കേ. പിടിച്ചോണേ. വാ.
ഫാന്റാസ്റ്റിക്. നോക്ക് രഘു, ഉഗ്രനായിട്ടുണ്ടല്ലേ? രഘു ഒന്ന് വായിച്ചേ. അച്ഛൻ എന്തിനാ ഇത്രയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കല്യാണത്തിന്റെ ചെലവുകൾ നടത്താനാണോ ഈ സാരികളും വാരിക്കെട്ടി വീടുകൾ തോറും കയറി ഇറങ്ങി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഏയ് അതുകൊണ്ടൊന്നുമല്ല മോളെ. കടയില് കുറെ കൂടുതൽ സ്റ്റോക്ക് വന്നു. അത് ആവശ്യമുണ്ടെങ്കിൽ വിറ്റഴിച്ചോളാൻ സഹദേവ മുതലാളി അച്ഛനോട് പറഞ്ഞു. അത്രേ ഉള്ളൂ. പക്ഷെ ഈ കല്യാണ സമയത്തൊക്കെ അച്ഛൻ എന്തിനാ വെയില് കൊണ്ട് നടക്കുന്നത്? കാശിന്റെ കാര്യത്തിനൊക്കെ നമുക്ക് വേറെ പരിഹാരം ഉണ്ടാക്കിയ പോരെ? ഏയ് അതല്ല മോളെ, കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാ കുറച്ച് കൂടുതൽ കാശ് കയ്യിൽ വന്ന് ചേരും. അതൊരു വലിയ ആശ്വാസ. ഇവിടെ ഇപ്പോ നമ്മുടെ കല്യാണ ചെലവ് കൂടി രവിവർമ്മൻ സാറിന്റെ വീട്ടിൽ നിന്ന് ചെലവാക്കുമെന്ന പൊതുവെ ആളുകളുടെ സംസാരം. നമ്മൾ എന്തിനാ മോളെ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണു, അത്ര തന്നെ. ഹലോ, ആരുമില്ലേ? ആരാ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് ജുവലറിന്നാ. സരോജൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന്. ഓഹോ, അത് ശരി. ഇതൊക്കെ ഇനി എത്ര വീട് കയറിയ വിൽക്കൂന്നാ നിങ്ങളുടെ വിചാരം? അങ്ങനെ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയാനാണ് സരോജൻ? നമ്മൾ ദരിദ്രരായി ജനിച്ചു പോയില്ലേ? കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ മോള് പോയി ഒരു ധനികനെ പ്രേമിച്ചു. ഇനി ഈ കല്യാണം നമുക്കൊരു ബാധ്യതയാണ്. ആ ബാധ്യത തീർക്കാൻ നമ്മൾ നമ്മുടെ രക്തം വേർപ്പാക്കേണ്ടി വരും, അത്ര തന്നെ. അയ്യോ, ആരാ ഇത്? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. മാഡം വരൂ, അകത്തേക്ക് ഇരിക്കാം. ശ്രീ, എടി മോളെ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, മാഡം എപ്പോഴാ വന്നത്? ഇരിക്കും മാഡം. ഹായ് മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ശ്രീലക്ഷ്മിക്ക് ആഭരണം വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പരസ്പരം പറയുമ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു. അല്ല, എന്താ സുദർശനങ്ങൾ ഇങ്ങനെയൊക്കെ? ഭാവിയില് രവിവർമ്മൻ സാറിന്റെ ഫാദർ ഇൻ ലോ ആവാൻ പോകുന്ന ആളല്ലേ? പണത്തിന് വേണ്ടി എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഇതൊക്കെ കേൾക്കുമ്പോ ആൾക്കാർ എന്തു വിചാരിക്കും? എന്തു വിചാരിക്കാൻ? ആ വലിയ വീട്ടിൽ നിന്ന് വിവാഹാലോചന വന്നെന്ന് വെച്ച് ഞാനും അവരെ പോലെ സമ്പന്നനാകണമെന്നില്ലല്ലോ മാഡം. കം ഓൺ അങ്കിൾ. ഇവിടെ ആരാണ് വലിയ ആൾ എന്നതൊന്നും അല്ല പ്രശ്നം. ഇവിടെ ഇപ്പൊ പ്രശ്നം അങ്കിളിന്റെ ആത്മാഭിമാനത്തിന്റേതാണ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് സെൽഫ് എസ്റ്റീം. എപ്പോഴാണോ രവിവർമ്മൻ സാർ ശ്രീലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ഈ വിവാഹത്തിന് സമ്മതിച്ചത്, ആ നിമിഷം മുതൽ ഈ വീടിന്റെ അഭിമാനമാണ് രവിവർമ്മൻ സാറിന്റെ അഭിമാനം. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ കുറച്ച് ആഭരണങ്ങൾ വാങ്ങാൻ വരെ ബുദ്ധിമുട്ടുന്നുവെന്ന് രവിവർമ്മൻ സാർ അറിഞ്ഞ അത് രവിവർമ്മൻ സാറിന് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നൊക്കെ പറഞ്ഞ രവിസാറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി നമ്മൾ ആഭരണങ്ങൾ വാങ്ങുന്നത് ശരിയല്ലല്ലോ മാഡം. മകൾക്ക് സ്വർണം വാങ്ങേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? ഞങ്ങളല്ലേ ഇവളുടെ മാതാപിതാക്കൾ. അതിന് രവിവർമ്മൻ സാറിനോട് സൗജന്യമായി പണം ചോദിച്ചു വാങ്ങണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനുള്ള വഴി വേറെയാ. ശ്രീലക്ഷ്മി ഇപ്പോ സാധാരണ വീട്ടിലെ ഒരു വെറും പെൺകുട്ടി മാത്രമല്ല, രാജനന്ദിനി ഫാബ്രിക്സിന്റെ ചീഫാണ്. അപ്പൊ ശ്രീലക്ഷ്മിക്ക് കമ്പനിയിൽ നിന്നും നല്ലൊരു തുക സാലറി അഡ്വാൻസ് വാങ്ങിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ. ആവശ്യമുണ്ട് രാജാറാം.
ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ സ്വഭാവം തനിക്കറിയാലോ. നേരിട്ട് ഒരു സഹായം ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കില്ല. എന്തിനാ, ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോലും കാശ് വാങ്ങിക്കില്ല മനുഷ്യൻ. സ്വന്തമായി എല്ലാം അധ്വാനിച്ചുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരു ശരാശരി മലയാളിയാണ് അദ്ദേഹം. ഇപ്പൊ പക്ഷെ സീൻ മാറി. ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ മനസ്സിലിപ്പോ ആ കാശ് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇനി ആ കാശ് അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ സന്തോഷത്തോടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ചെലവാക്കും. താങ്ക് യു സോ മച്ച് രാജാറാം. താങ്ക്സ് ഒക്കെ എന്തിനാ രവിവർമ്മൻ സാർ? ആ ഈ കല്യാണം നടക്കുന്നത് വരെ ഇനി ഇതുപോലെ എന്തൊക്കെ പണികൾ എനിക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്രീലക്ഷ്മിയാണല്ലോ. ഹലോ ശ്രീലക്ഷ്മി. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഏയ് എന്തു പറ്റി തനിക്ക്? വോയിസ് കേട്ട് എന്തോ വിഷമമുള്ള പോലെ തോന്നുന്നല്ലോ തനിക്ക്. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല സർ, ഞാൻ വെറുതെ താനങ്ങനെ വിളിക്കാറില്ലല്ലോ. എന്താണെന്ന് പറയൂ ശ്രീലക്ഷ്മി, എന്തു പറ്റി? താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് ഒക്കെ എന്തിനാ ഇപ്പോ? ഒന്നുമില്ല, എനിക്ക് സാറിനൊന്ന് കാണണം. സാർ എവിടെയാ ഇപ്പോ? അത് പിന്നെ കല്യാണക്കുറിയൊക്കെ കൊണ്ടുവന്നല്ലോ. ആദ്യത്തെ കുറി ക്ഷേത്രത്തിൽ സമർപ്പിക്കണമെന്ന അമ്മയുടെ നിർദ്ദേശം. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ നിൽക്കുക. ആണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് കാണാം അവിടെ വെച്ച്. ശരി സർ. ഏയ് വെയിറ്റ്, ഹലോ ഹലോ. അല്ല രാജാറാം, താനെല്ലാം കൃത്യമായിട്ടല്ലേ ചെയ്തത്? അതെ, എന്തുപറ്റി? ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചോ? എന്തെങ്കിലും ക്ലൂ നൽകിയോന്നാ ഞാൻ ചോദിക്കുന്നത്. ക്ലൂവും എവിഡൻസും ഒക്കെ കൊടുത്തിട്ട് വന്നോന്ന് ചോദിക്കാൻ ഞാൻ എന്തെങ്കിലും ക്രൈമാണോ ചെയ്തത്? ഹെൽപ്പല്ലേ? നിന്നെ കുറിച്ച് എനിക്കറിയില്ല രാജാറാം. ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ നീ അത് വലിയ ക്രൈം ചെയ്യുന്നത് പോലെ പ്ലാൻ ചെയ്തോളെ. അതുകൊണ്ട് ചോദിച്ചു പോയതാ. കാമോൺ രവി, നമ്മൾ പ്ലാൻ ചെയ്താണ് അവരങ്ങോട്ട് അയച്ചതെന്ന് ആരും ഗസ് ചെയ്യില്ല. അതെന്റെ ഉറപ്പാണ്. പിന്നെന്തിനാ ശ്രീലക്ഷ്മി താങ്ക്സ് പറഞ്ഞു? വളരെ ഫീലായിട്ട് ഉടനെ കാണണമെന്നും പറഞ്ഞു. ഓ അത് ശരി, ഇപ്പൊ കാര്യം പിടികിട്ടി. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്ന അതിന് മുമ്പ് എന്തായിരിക്കും നടന്നത്, ഇൻസിഡന്റിന് ശേഷം എന്തായിരിക്കും നടന്നത് എന്നൊക്കെ നീ കൃത്യമായി ഗസ് ചെയ്യാറില്ലേ? ആ ശീലം നിന്റെ കൂടെ കൂടി ശ്രീലക്ഷ്മിക്കും കിട്ടിക്കാണും. ഓ അയ്യോ, അയ്യോ മോനെ, എന്തു പറ്റി? ഒന്നുമില്ല, കാലൊന്നും തട്ടിയത്, ചോര പൊടിഞ്ഞു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പോ തന്നെ അശുഭ ലക്ഷണമാണല്ലോ. ഇന്നിനിയിപ്പൊ എങ്ങും കല്യാണം വിളിക്കാൻ പോകണ്ട. നീ അവിടെ ഇരിക്കെ, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വരാം. തുടങ്ങി. എന്റെ അമ്മ ഇങ്ങനെ എന്തിനും ഏതിനും ഓരോന്ന് തടസ്സം പറഞ്ഞ് ടെൻഷനാക്കല്ലേ. എനിക്കൊന്നുമില്ല രവി. അങ്ങനെ നിസ്സാരമായിട്ട് ഒന്നിനെയും തള്ളിക്കളയാൻ പാടില്ല നമ്മള്. ഇന്നലെ നടന്ന ഒന്നും മറന്നിട്ടില്ലല്ലോ നീ. എന്റെ അമ്മ അത് വെറും ഒരു ആക്സിഡന്റ് ആണ്. കാറ്റടിച്ച് ക്യാൻഡിൽ മേശവിരിയിൽ വീണ് കത്തുന്നതൊക്കെ സ്വാഭാവികമല്ലേ. അതിലെന്ത് നിമിത്തവും ശാസ്ത്രവതി അമ്മ പറയാൻ നോക്കുന്നത്? ജാതകം, വിധി, ദൈവദോഷം തുടങ്ങിയ മുൻവിധികളോടെ കാര്യങ്ങളെ നോക്കി കാണുന്നത് കൊണ്ടാണ് എന്തുണ്ടായാലും അതിനെ റിലേറ്റ് ചെയ്ത് അമ്മയ്ക്ക് സംസാരിക്കേണ്ടി വരുന്നത്. പിന്നെ ഇങ്ങനെ ഓരോന്ന് കൺമുമ്പിൽ കാണിച്ചു തരുമ്പോ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നീ അത് പറയേ. ഓ പിന്നെ ഇത് ഞാൻ പോകുന്ന വഴിക്ക് 10 രൂപയുടെ ഒരു ബാൻഡേജിൽ തിരക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഇതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്മ വേണമെങ്കിൽ ഇവിടെ വിളക്കും കത്തിച്ച് നാമം ജപിച്ചിരുന്നു. എനിക്ക് സമയമില്ല, സോറി, ബൈ. രവി മോനെ.